മാങ്കുല വീഴും നേരം ഓടിച്ചെന്നെടുക്കണ്ടോ പൂങ്കുല മുഴുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. ആഹാ, കൊള്ളാലോ. എനിക്ക് ഇഷ്ടപ്പെട്ട കവിത ഇത്. മോളെ, ഈ മാങ്ങ മതിയോ കുഞ്ഞിന് സ്നാക്സ് ബോക്സിനകത്ത് വെക്കാൻ വേണ്ടിട്ട്? വേറെ എന്തെങ്കിലും വെക്കണോ? അത് മതിയമ്മേ, ഈ ബേക്കറി ഒക്കെ എന്നും കൊടുത്തുവിട്ടാൽ ശരിയാവൂല. മാമ്പഴം അവന് ഇഷ്ടാണല്ലോ, കഴിച്ചോളൂ. ആ, മോള് ചോറെടുത്ത് വെച്ചോ ബേഗില്? ആ, ഞാനേ ചോറെടുത്ത് വെച്ചു. ഇന്ന് എനിക്ക് നേരത്തെ പോണം. ഞാൻ പോട്ടെ. പിന്നെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിച്ചിരിക്കണ്ട. സമയത്ത് ഭക്ഷണം കഴിച്ചോണം കേട്ടോ. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറമ്പത്ത് പോയി പണിയെടുത്തോണം. പച്ചക്കറിക്ക് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചു പോരണം. അവിടെ നിന്ന് പണിയെടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ. മോള് പോകാൻ നോക്ക്, നേരം പോകും. ഞാനേ ഇത് വേഗം അരിഞ്ഞിട്ട് മോനെ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ഒരുക്കട്ടെ. ഞാനേ യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഇന്നലെ വിളിച്ചിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുമായിരിക്കും. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യും, പറമ്പിലേക്ക് പോകുമ്പോഴേ ഫോണും കൂടി എടുത്തോ കേട്ടോ. അന്ന് ഞാൻ പോട്ടെ. ആ, മോനെ കുഞ്ഞു പോയി. ഞാൻ സ്കൂൾ ബസ്സിനെ കയറ്റി വിട്ടിട്ട് പോയി. നമ്മുടെ പച്ചക്കറിക്കൊക്കെ നനച്ചിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ വീട്ടിലേക്ക്. ആ, നിനക്ക് എപ്പോഴാടാ ഒന്ന് ലീവ് കിട്ടുന്നത്? പോയിട്ട് ഇപ്പൊ ഒരു വർഷമായില്ലേടാ മോനെ. ഏ, ആണോ? ആ, നിന്റെ അറബി മുതലാളിയോട് അമ്മയൊന്ന് വിളിച്ചു പറഞ്ഞാലോ, എന്റെ മോന് ഒരു ലീവ് കൊടുക്കാന്. ആ, അമ്മയ്ക്ക് അറബി അറിയത്തില്ലല്ലോടാ മോനെ. ഓ, നിന്റെ ഭാര്യയുടെ കാര്യം ഓർക്കുമ്പോ അമ്മയ്ക്ക് സങ്കടമാടാ. സ്കൂള് വീടെന്നും പറഞ്ഞ് ആ കൊച്ചു കിടന്ന് ഓടുവാണ്. ഒന്ന് പുറത്തോട്ട് പോവാനോ ഒന്ന് കറങ്ങാൻ പോവാനോ ഒക്കെ ആരെങ്കിലും ഉണ്ടോ അതിന്? നീ ഒന്ന് വന്നിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി നിങ്ങൾ 1-2 ആഴ്ച പോയി കറങ്ങി ഒരു ടൂറൊക്കെ പോയിട്ട് വരണം കേട്ടോടാ. ആ, ഉം. അതുപോലെയുള്ള പെങ്കൊച്ചുങ്ങൾ ഇങ്ങനെ ഭർത്താവിന്റെ കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നതും ഫോട്ടോയും അതും ഇതും ഒക്കെ കാണുമ്പോൾ ഇതിന് എന്തുമാത്രം വിഷമമുണ്ട്. സ്കൂളിലാണെങ്കിൽ 1-1.5 മണിക്കൂർ വണ്ടിയിൽ സ്കൂളിലെത്തണമെങ്കിൽ. പിന്നെ വീട്ടിലോട്ട് ഓടല്, കൊച്ചിനെ പഠിപ്പിക്കല്, അതിന്റെ ഓട്ടം കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാഞ്ഞിട്ടാടാ. ആ, ശരി ശരി. ആ, മരുമോക്ക് നല്ല വെളുപ്പിന് പോണം അല്ലേ സ്കൂളിലേക്ക്? ആ, രാവിലെ പോണം. ഇവിടുന്ന് 1-1.5 മണിക്കൂർ മിച്ചം ബസ്സിലിരിക്കണ്ടേ പഠിപ്പിക്കുന്ന സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സ്കൂളിൽ കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായേനെ. പാവത്തിന്റെ ഓട്ടം കാണുമ്പോഴേ നമുക്ക് സഹിക്കാൻ പറ്റിയല്ല. അല്ല, വിദ്യയും വീണയും വരാറൊന്നുമില്ലേ? ഒരുപാടായല്ലോ പിള്ളേരെ കണ്ടിട്ട്. എന്റെ പൊന്നു ശാരദയെ, ഒന്നിനൊന്നിനെ കാണാൻ മേല. രണ്ടുപേരും നേരെ നേരെ കണ്ടാ ശത്രുക്കളാ. കഴിഞ്ഞ ദിവസം കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ചേച്ചി അനിയത്തിനെ കണ്ടിട്ടും മിണ്ടിയില്ല, അനിയത്തി ചേച്ചീനെ കണ്ടിട്ടും മിണ്ടിയില്ല. എനിക്ക് അവിടെ കാണാൻ കൊതി തോന്നുമ്പോൾ ഞാൻ വിളിക്കും. ഒരാൾ വരുമ്പോ ഒരാൾ വരികയില്ല. രണ്ടിനെയും കൂടെ ഒന്ന് ഒരുമിച്ച് കാണാൻ കൊതി തോന്നുവോ. അതൊക്കെ ഒരു ദിവസം മാറും, വഴക്കൊക്കെ മാറും. നീ സമാധാനപ്പെട്. എന്നു മുതൽ എന്റെ പെമ്മക്കള് രണ്ടുപേരും ഇങ്ങനെ ശത്രുക്കളായെന്ന് എനിക്ക് അറിയത്തില്ല. എന്തൊരു സ്നേഹമായിരുന്നു ചെറുപ്പത്തിലെ രണ്ടുപേരും തമ്മിലേ. ഒരു മുട്ടായി കിട്ടിയ ഒരാൾക്ക് കൊടുക്കാതെ ഒരാൾ തിന്നിയല്ല. ഒരാൾ വീണാൽ മറ്റേ ആളായിരിക്കും കരയുന്നത്. അത്രയേ സ്നേഹത്തിന് കഴിഞ്ഞ പിള്ളേരാ. ഇപ്പൊ ഒന്നിനൊന്നിനെ കാണാൻ മേലെന്ന് ഓർക്കുമ്പോ ഉണ്ടല്ലോ ചങ്ക് പൊട്ടുക. പല കുട്ടികൾക്കും ഒരു പ്രായം കഴിഞ്ഞ അവരുടെ കൂട്ടുകാരാണ് പിന്നെ വലുത്. കൂടപ്പുറപ്പും അപ്പനും അമ്മയും ഒക്കെ പിന്നെ 2-ാം സ്ഥാനത്താ. കൂട്ടുകാര് പറയുന്നതാണ് വലുത്, അവരാണ് ഏറ്റവും വലുത് അവർക്ക്. പക്ഷെ ഈ പിള്ളേര് മനസ്സിലാക്കുന്നില്ല. ഒരപകടം പറ്റി കിടന്നു പോയാൽ 2 ആഴ്ച ഉണ്ടാവും ഈ പറയുന്ന കൂട്ടുകാര്. അത് കഴിഞ്ഞ് അവനവന്റെ മാതാപിതാക്കളും സഹോദരങ്ങളെ ഉണ്ടാവൂ എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ മിക്ക വീട്ടിലും അങ്ങനെ തന്നെയാണ്. അല്ല, മോൻ വിളിക്കാറില്ലേ? ആ, അവനിതേ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത് ലീവ് ഉണ്ടാവൂന്നാ പറഞ്ഞത്. ആ, ആ. എന്റെ അമ്മയെ ശരിക്കും അടുത്തു. കുട്ടികളുടെ കലവില സൗണ്ടാ എന്റെ കാതില്. ഒരു കുട്ടിയും പറഞ്ഞാ കേൾക്കൂലെന്നേ. ഓ, എന്ത് പറഞ്ഞാലും കേട്ട പാവം നടിക്കൂല. ഇങ്ങനത്തെ കുട്ടികൾ. ഓ, ആ കാപ്പി അങ്ങ് കുടിക്കേ, ആ ക്ഷീണം അങ്ങ് മാറട്ടെ. ഈ ഭയങ്കരമായിട്ട് പിള്ളേര് കുരുത്തക്കേട് കളിക്കുമ്പോ ഓരോ കുഞ്ഞടിയൊക്കെ അങ്ങ് വെച്ചു കൊടുക്കണം. ഈ വടി കാണുമ്പോ പേടിക്കാത്ത പിള്ളേരുണ്ടോ? ഉം നല്ല കാര്യമായി. എന്തെങ്കിലും നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ വരും പിറ്റേ ദിവസം പാരന്റ്സ് ചോദിക്കാൻ വേണ്ടിട്ട്. അന്നേരം ആ വടിയെടുത്ത് അടി കൊടുക്കുന്നേ. എങ്കിൽ പിന്നെ കേസായി. വെറുതെ അല്ല ഇന്നത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ വഷളായി പോകുന്നത്. ആ, വീട്ടിൽ നിന്ന് കാരണന്മാരും അടിക്കൂല്ല, വഴക്കും പറയുകയില്ല, ഒന്നിനും എതിര് പറയുകയില്ല. അവസാനം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ ചെറിയ വിഷമമോ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുവാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരോട് പറയാൻ വേണ്ടിട്ട് അമ്മേ? നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, തിരിച്ചു വരിക. പഠിക്കുന്ന കുട്ടികൾ പഠിക്കട്ടെ, അങ്ങനെ വിചാരിക്കാനേ ഇപ്പൊ പറ്റുള്ളൂ. കാലം അതാ. ഫോൺ ഫോൺ
ഹലോ. ആ, മാത്സിന്റെ 12, പേജ് നമ്പർ 12 നാലാമത്തെ ആക്ടിവിറ്റി. ആ, അതിപ്പോ അതിന്റെ പേജ് നമ്പർ ഞാൻ നോക്കിയിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ആ, ശരി ശരി. ആ, കുട്ടികളെ വീട്ടിലെത്തിയില്ല, അതിനു മുമ്പ് ഇതേ ഒരുപാട് മെസ്സേജുകൾ വന്നു കിടപ്പുണ്ട്. ടീച്ചർ ഇന്ന് പഠിപ്പിച്ചതൊന്ന് അയക്കോ, ഹോംവർക്ക് എത്രാമത്തെ പേജിലാണ്, കുറെ മെസ്സേജ് ഉണ്ടമ്മേ. ഈ ഫോൺ ഇല്ലാതിരുന്ന കാലത്തെ എന്ത് ചെയ്തോ എന്തോ, നമ്മളൊക്കെ അല്ലേ. വീട്ടിൽ വന്നാലും സമാധാനവും ഇല്ല, സ്വൈരവും ഇല്ല എന്റെ മോക്ക്. അയ്യോ, ആ നാളെ ലീവല്ലേ, സമാധാനം. പതിവില്ലാതെ ഫോൺ വിളിച്ചിട്ട് അമ്മ ഫോണിൽ കൂടി ഒരേ കരച്ചില്. ആ കരച്ചില് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ചേച്ചീനെ അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരൂല. നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ചൊന്ന് കാണാൻ വേണ്ടി അമ്മ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നറിയോ. അതെങ്ങനെയാ, രണ്ടുപേരും തമ്മി തമ്മി കണ്ടിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പുമാണ്. അമ്മയ്ക്ക് എന്ത് വിഷമം ഉണ്ടെന്നറിയോ നിങ്ങളുടെ കാര്യം ഓർത്തിട്ട്. എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന കാണാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മയ്ക്ക് പണ്ടേ അവളെയാണ് ഇഷ്ടം. പിന്നെ എന്ത് കാണാൻ എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ. എന്നാരാ പറഞ്ഞ നിന്നോട്? ആരും പറയണ്ട, എനിക്കറിയാം. ചെറുപ്പം മുതലേ അമ്മയ്ക്ക് അവളെയാണ് ഇഷ്ടം. അവളമ്മയുടെ അഭിമാന പുത്രിയല്ലേ. പഠിക്കുമ്പോ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ്. ഞാനാരാ, ഒന്നും പഠിക്കത്തുമില്ല. പഠിക്കാനുള്ള ബുദ്ധി എനിക്ക് ദൈവം തന്നിട്ടില്ല. ഞാൻ പഠിക്കാൻ കുറെ ട്രൈ ചെയ്തതാ. അതുകൊണ്ട് ഞാൻ മകളാന്ന് പറയാൻ തന്നെ അമ്മയ്ക്ക് നാണക്കേടാ. പിന്നെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വിളിച്ചു വരുത്തുമല്ലേ. നിന്റെ ചേച്ചി പഠിച്ച് ജോലി വാങ്ങി, അതുകൊണ്ട് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് നിനക്കെന്താ ചേച്ചിയോട് അസൂയാണോ? അസൂയോ? എനിക്കോ? എനിക്കെന്തിനാ അസൂയ? എനിക്ക് ഒരു അസൂയയില്ല. പിന്നെ അങ്ങനെ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ അവളോട് കുറച്ച് കാശ് ചോദിച്ചായിരുന്നു. അന്നേരം അവള് പറഞ്ഞു പഠിക്കാൻ പറ്റുമ്പോ പഠിക്കണമായിരുന്നു. ആ ഒറ്റ ഡയലോഗ് ഞാൻ പിന്നെ അവളോട് ദേഷ്യമായതാ. പിന്നെ ഞാൻ അവളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അന്ന് മുതൽ തുടങ്ങിയതാ പിന്നെ ശത്രുത. നിന്റെ സംസാരം കേട്ടാൽ അങ്ങനെ തോന്നുള്ളൂ. എന്റെ അനിയത്തിയാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവക്ക് എന്നോടെ നല്ല മുഴുത്ത അസൂയ. പഠിക്കാൻ പറ്റപ്പോൾ മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു. ഞാൻ നന്നായി പഠിച്ചതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി. അവള് +2 തോറ്റു, അതുകൊണ്ട് ജോലി കിട്ടിയില്ല, കെട്ടിച്ചു വിട്ടു. എന്നോട് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? അമ്മയോട് ഞാനൊരു കാര്യം പറയാം. ഇനി അവളെ വിളിക്കുമ്പം എന്നെ വിളിക്കാൻ നിൽക്കണ്ട. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരൂല, പറഞ്ഞേക്കാം. എന്റെ പൊന്നു വിദ്യ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയ ഞാൻ ഇതിന്റെ ഇടയിൽ കിടന്ന് എന്താ ചെയ്യേണ്ടത്? അമ്മ ഒന്നും ചെയ്യണ്ട. എനിക്ക് അവളെ കണ്ണിന് കാണുന്നതേ ദേഷ്യമാണ്. കൾച്ചറില്ലാത്ത സാധനം. നീ അവിടെ ഇരുന്നേ വീണേ. നിന്നോടാ ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കാൻ. അവിടെ ഇരുന്നേ. നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട് എത്ര നാളായി മക്കളെ. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അമ്മയല്ലേ. നിങ്ങൾക്ക് ആ ഒരു പരിഗണന എന്നോട് കാണിച്ചുകൂടെ? അല്ല, നിങ്ങൾ എന്നു മുതലേ ഇങ്ങനെ ശത്രുക്കളായത്? ഒരാളെ ഞാൻ തല്ലാൻ പിടിച്ച അപ്പുറത്തെ ആള് വന്നിട്ട് തല്ലി മേടിക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇവര് രണ്ടുപേരും. ഒരു പാത്രത്തിലേ കഴിക്കുള്ളായിരുന്നു. ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. നിങ്ങളതൊക്കെ മറന്നുപോയോ മക്കളെ? മറന്നുപോയോ നിങ്ങള്? നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിക്കുന്നതാണ് ഈ പ്രശ്നം. എന്നെ കഴിഞ്ഞും വലുത് അവളാണ്, അല്ലെങ്കിൽ ഞാൻ അവളെ കഴിഞ്ഞും ചെറുതാണ്, എന്നെയല്ല അവളെയാണ് വീട്ടുകാർക്ക് ഇഷ്ടം. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നിങ്ങൾ ഒരേ വയറ്റിൽ നിന്നാണ് വന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. കൂടപ്പിറപ്പുകളാണ് ചിന്തിക്കാത്തതിന്റെ പ്രശ്നം ഇത്. എന്റെ ചേച്ചിക്ക് MBAക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അന്ന് അവളെ കഴിഞ്ഞും കൂടുതൽ സന്തോഷവും അഭിമാനവും എനിക്കായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം ഫോൺ വിളിക്കുന്നു. എല്ലാരും വിളിച്ച് എന്റെ ചേച്ചിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, എന്റെ ചേച്ചിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ കിടന്നങ്ങ് തുള്ളി ചാടുമായിരുന്നു. എനിക്കെന്തോ നേട്ടം കിട്ടിയ പോലെയായിരുന്നു എനിക്ക്. അതെന്താ അറിയോ? രക്തബന്ധം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് കൂടപ്പിറപ്പ് സ്നേഹം. അറിയാവോ? നിങ്ങൾ അതാണ് ചിന്തിക്കാത്തത്. അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിലേ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഇങ്ങനെ കാണിക്കണം. അന്നേരം നിങ്ങൾക്ക് എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കും ഉണ്ടല്ലോ 2 മക്കൾ വീതം. അവര് തമ്മിൽ ശത്രുക്കളെ പോലെ കഴിയുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അമ്മ സാരമില്ല വീണേ, കരയണ്ട. എടി കരയാതെടി. കരയില്ലെന്ന്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല തത്തൂരെ. ഇവള്. എടി കുരിപ്പേ, നിന്നോടാ പറഞ്ഞ കരയില്ലെന്ന്.
അമ്മ ഇവളെന്നെ കുരുപ്പേന്ന് വിളിച്ചു. ഓ സോറി 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 സോറി. കരയാതിരിക്കുന്നു. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. ചോറ് മതി. ഇലയിലെടുത്തോ കേട്ടോ, പ്ലേറ്റിൽ വേണ്ട. രണ്ടുപേർക്കും കൂടെ ഒരേ ഇല മതി, ഞങ്ങൾ ഒരേ ഇല തിന്നോളാം.